എടാ ബസ്സുമായിട്ട് എല്ലാവരും ആ ട്രിപ്പ് അടിക്കാൻ മുത്തേ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകണം. നിങ്ങളെല്ലാവരും വന്നോ. ഞാൻ ഈ വണ്ടിയും കൊണ്ടു വന്നേക്കണം. ഞാൻ നിങ്ങളെ ബസ്സിൽ കയറാം. ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ബസ് എടുത്തോ. ബസ്സില്ലാത്തവർ വാ എൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറാം. അത് തന്നെ. താര് മുത്തേ പറന്നടിച്ചുകൊണ്ട് വന്നത്. ഞാൻ വരാടാ. ഓക്കെ വന്നോടാ. റൈ ബ്ലാക്ക് ബ്രോയുടെ കയ്യിൽ എത്ര മണിയുണ്ട്? എടാ ഇപ്പം എൻ്റെ കയ്യിൽ ഇത്തിരി ചിലവായിപ്പോൾ. ഇപ്പോൾ ഒരു കോടിയേ ഉള്ളൂ. മുമ്പ് ഒരു 5 കോടിയൊക്കെ ഉണ്ടായിരുന്നു. എടാ ഇത് നിൽക്കാൻ സ്ഥലം എന്താ ഗൈസ്? ഓർമ്മ മാർക്കോ നമ്മൾ മറക്കൂ. നിന്നെ മറക്കൂലടാ. ഓർമ്മ ഉണ്ട്. എടാ എനിക്കിത്തി അങ്ങോട്ട് സ്ഥലമില്ല. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ എനിക്ക് സ്ഥലമില്ല. എത്തി വണ്ടി മാറ്റി. സ്ഥലമില്ല എനിക്കിവിടെ. സ്ഥലം എനിക്ക് വണ്ടി മാറ്റി. എനിക്ക് സ്ഥലം അങ്ങോട്ട് മാറണം. വണ്ടി മാറ്റടാ മുത്തേ. സ്ഥലമില്ല ഞാൻ അങ്ങോട്ട് കയറാൻ. എടാ വരാ. ഞാൻ എനിക്ക് കറങ്ങി പോകണോടാ. ഓക്കെ താങ്ക് യു ബ്രദർ. താങ്ക് യു. എടാ കാർ എല്ലാവരും ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. നമുക്ക് ബസ്സിൽ എല്ലാവർക്കും അങ്ങോട്ട് കയറ്റി പോവാം. ഇതായിരുന്നു ഹസൻ. ഓ മച്ചി വന്നിട്ടേ. ഓക്കെ നൻപ വന്നിട്ട്. നന്മ എടാ 9:30 വന്നല്ലേ. പരുന്തുവാസു, ഹസൻ, മാർക്കോ, ആദിൽ, നറൂട്ടോ, മിന്നൽ മുരളി, ഡ്രാഗൻ, അപ്പു. എത്ര പേരല്ലേ നമ്മളിത് വന്നേക്കണ. നമ്മളൊരു വാക്ക് കേട്ട് വന്നേക്കണ. സന്തോഷം മുത്തേ. റിയലി സന്തോഷം കേട്ടോ. സീരിയസ്ലി ഒരുപാട് നന്ദി. എനിക്ക് വരാൻ തോന്നിയല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷം. നറൂട്ടോ എന്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ എന്ത് പറ്റി? എന്ത് സീൻ മുത്തേ? ഞാൻ ആരാ ബസ്സിൽ വരട്ടെ? ലോക ഡ്രാഗനോ ലോക പറഞ്ഞു. എൻ്റെ ബസ്സിൽ വാ. ഇതാര്? മിന്നൽ മുരളി. എടാ മിന്നൽ മുരളിയുടെ ബസ്സിൽ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല. ഡ്രാഗൻ്റെ ഞാൻ കയറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ കയറി. ഡ്രാഗ നിൻ്റെ കയറാൻ എനിക്ക് വിഷമമൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കയറാം. ഓക്കെ മുത്തേ. മിന്നൽ മുരളിയുടെ ഇതൊക്കെ എങ്ങോട്ടാണെന്നാ? മിന്നലേ നല്ല ഓക്കെ നല്ല സ്ഥലത്തേക്ക് വിട്ടോ. എടാ പേഴ്സണൽ ടീം ഇടിച്ചോണ്ടാ മിന്നൽ മുരളി. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലത്തോട്ട് വിട്ട് പിടിച്ചോ മുത്തേ. ഞാൻ എന്തായാലും നിൻ്റെ ഇരിപ്പുണ്ട്. പെന്നി വയസ്സ് പോവാം. അവിടെ എന്തായാലും ഞാൻ ഇപ്പം ഞാൻ എന്തായാലും മിന്നൽ മുരളിയുടെ ബസ്സിലാണ് ഇരിക്കണം. എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ബ്രോ ഒരു റൂം ഇട്ടില്ലേ? ഓ ഉണ്ട് ഇട്ടെന്ന് തോന്നുന്നു ബ്രോ. എന്ത് ജയ് ഗുരു വാന്ന. അടുത്ത തവണ വരാം ഗൈസ്. എല്ലാവരും ബസ്സിലും കയറാൻ കേട്ടോ. ഇപ്പം ഇവൻ്റെ ബസ്സിലാണേ. എടാ നമുക്ക് ഒരു സമയം ഒരു ബസ്സിലല്ലേ കയറാൻ പറ്റൂ ഗൈസ്. നിങ്ങൾക്ക് ആലോചിച്ചുവിടേണ്ട ഗൈസ്. ഞാൻ ഒരു ക്യാരക്ടറല്ലേടാ ഗൈസ് ഇതിൻ്റെ അകത്തുള്ള. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണേടാ ഗൈസ്. ഒരു സമയം ഒരു ബസ്സിലല്ലേടാ കയറാൻ പറ്റൂ. തിരിച്ചു വരുമ്പോൾ ഞാൻ ഓരോ ബസ്സിലായിട്ട് കയറാം. ഓക്കെ ഗൈസ്. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ ബസ്സിൽ ഇതുവരെ കയറിയിട്ടില്ല. അതുകൊണ്ടാണ് കയറിയത്. ഓക്കെ 500 രൂപയെ. ഓക്കെ താങ്ക് യു ബ്രദർ. 500 രൂപയെങ്കിൽ 500 രൂപ. നിനക്ക് അയക്കാൻ തോന്നിയില്ല. അയക്കൊരു മനസ്സുണ്ടല്ലോ. അവന് പൈസ അയച്ചു കൊടുക്കാൻ നിനക്കൊന്നും തോന്നിയില്ല മനസ്സിൽ. അതിന് താങ്ക് യു ബ്രദർ. നീ 500 രൂപയല്ല 1 രൂപ അയച്ചെങ്കിൽ പോലും അത് നിനക്ക് തോന്നിയിട്ട് അയച്ചില്ല. അവന് കൊടുക്കാമെന്നൊരു മനസ്സ് തോന്നിയില്ല. അതിന് ഒരുപാട് നന്ദി ബ്രോ ഫ്രണ്ട് ആക്ക്. എടാ മുത്തേ റൂമിൽ ആരെങ്കിലുമൊക്കെ വാടാ മുത്തേ. നീ അവിടെ കിടന്ന് ഫ്രണ്ട് ആക്കെന്ന് പറഞ്ഞാൽ എടാ ഇവ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു വിശ്വസിച്ച് അവൻ്റെ വണ്ടി കയറി ഇരുന്നേണ്. നറൂട്ടോ താങ്ക് യു ബ്രദർ. നറൂട്ടോ താങ്ക് യു മുത്തേ. താങ്ക് യു. ഒരുപാട് സന്തോഷം. നിങ്ങളിങ്ങനെ എനിക്ക് പൈസ അയച്ചു തരണമെങ്കിൽ ഒരുപാട് സന്തോഷം ഗൈസ്. നിങ്ങളെല്ലാം വന്നോ. ഞാൻ എൻ്റെ ബസ്സിയുണ്ട്. താങ്ക്സ് മച്ച. താങ്ക്സ്. നറൂട്ടോ നല്ല ഫോട്ടോ എടുക്കാം. അതാ എൻ്റെ അടുത്ത് പറഞ്ഞ. മെനിഞ്ഞാന്നൊരു റൂം ഇട്ടില്ല. എന്നാൽ ഇട്ടെന്നാണ് തോന്നണം ബ്രോ. ഇത് എന്ത്? ആ 500 എനിക്ക് 5 ബില്ലിനാക്കി കൺവെർട്ടാക്കി അയച്ചിരുന്നു മുത്തേ. എന്തെല്ലാം മുത്തേ. ഹായ്. എന്നോട് ക്യാൻ ഗിവ് മീ 200K പ്ലസ് ഒന്ന് 200K എന്നാ പ്ലീസ് എന്ന്. ഓക്കെ ഇവിടെ നമ്മളെ റൂമിൽ എന്താണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളത് ഗൈസ്. നിങ്ങളുടെ റൂമിലൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളിങ്ങനെ ഗ്യാങ് ആയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ പൈസ മാത്രം
അതായത് പൈസ മാത്രം ചോദിച്ച് വരല്ലടാ ഗൈസ്. എന്ന് വെച്ചാലേ നമ്മളെ റൂം എന്ന് വെച്ചാൽ ഒരു ഫണ്ണായിട്ട് ട്രിപ്പ് പോകലും ഫോട്ടോ എടുപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങലൊക്കെ ആയിട്ടാണ് റൂം ഇടണം. അല്ലാതെ ഗീവ് അവേ ചെയ്യല, പൈസ കൊടുക്കണം, കാർ ഗിഫ്റ്റ് കൊടുക്കണം, അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലടാ ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടി മാത്രം വരല്ലേടാ. അതിനിപ്പോൾ നമ്മുടെ റൂമിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ബുദ്ധിമുട്ടിക്കല്ലേടാ പൈസയ്ക്ക് വേണ്ടി മാത്രം. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. കേലപ്പൂ നവാബ് എന്ന് പറഞ്ഞവനിപ്പോൾ ഉണ്ട്. എടാ ഞാൻ കേലപ്പൂവിൻ്റെ മീറ്റപ്പിന് എന്തായാലും പോയിട്ടുണ്ട്. ബെൻസ് മീറ്റപ്പിനാണ് പോയത്. കുറച്ചൊക്കെ എന്തോ അങ്ങോട്ട് ഇങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ അവിടെ നടന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീറ്റപ്പ് നടന്ന്. എനിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് താങ്ക് യു ബ്രദർ, ഒരുപാട് സന്തോഷം. മാർക്ക് വൈറ്റി TW അവരൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് മുത്തേ. ഞാൻ എന്തായാലും ബസ് ഇരിപ്പോണ്ടേ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പേഴ്സണൽ DM ഇട്ടിട്ടുണ്ട് ബ്രോ, നല്ല ഒരു സ്ഥലത്തേക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി നല്ല ഒരു സ്ഥലത്തേക്ക് വിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവ എങ്ങോട്ട് പോകുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞേ കൂടാ ഗൈസ്. നല്ലൊരു ഇടത്തോട്ട് തന്നെ പോകും, നമുക്ക് വിശ്വസിക്കാം. എന്തായാലും നമ്മളെ വിശ്വാസം നശിപ്പിക്കുമ്പോൾ എനിക്ക് ഒരു അങ്ങനെയൊന്നും ഇല്ലടാ ഗൈസ്. സബ്സ്ക്രൈബർ നല്ലൊരു ഇടത്തോട്ട് തന്നെ കൊണ്ടുപോകാൻ പോകണം, എനിക്കൊരു വിശ്വാസം ഉണ്ടോ മുത്തേ. അത് തന്നെ അവൻ എങ്ങോട്ടായാലും നല്ലൊരു ഇടത്തോട്ട് കൊണ്ടുപോകും, അത്രേ എനിക്ക് പറയാനുള്ളൂ. നോട്ട് റൂം എന്ന് കാണിക്കുന്നു അവിടെ, അതെനിക്ക് അറിഞ്ഞൂടാ. അത് ഈ വലഹാസിൻ്റെ വല്ല ബഗ്ഗാകനുമായിരിക്കും ഇവിടെ. എനിക്കും ചിലപ്പോഴൊക്കെ നോട്ട് റൂം എന്നാൽ കാണിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് വലഹാസിൻ്റെ പ്രശ്നമുണ്ടാ. ഈ ഗെയിം ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ അവന്മാരെടുത്ത് പറയടാ, എനിക്ക് അറിഞ്ഞൂടാ ബ്രദർ. എന്തായാലും നമുക്ക് നോക്കാം. എടാ 19 പേര് നമ്മളെ റൂമിലുണ്ട് ഗൈസ്. സ്പീഡ് എടാ, ആരൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ അകത്ത് വന്നേക്കണം. എനിക്ക് എടാ സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തിനാ ഇപ്പോൾ കാണിച്ചല്ലേ മുത്തേ. നിനക്ക് 200K വേണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പരിപാടി കാണിക്കല്ലേ മുത്തേ. വേണ്ട 500 രൂപ എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് 200K ആണോ തിരിച്ച് ചോദിക്കണ. എന്തൊക്കെ പറയട്ടെന്നാണ് മുത്തേ. ഓക്കെ, എന്തായാലും നോക്കാം. ബിഗ് ഫാൻ, താങ്ക് യു സ്പീഡി, താങ്ക് യു സ്പീഡി. എടാ പേഴ്സണൽ താങ്ക്സ്. പരമാവധി നമ്മൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ നോക്കണുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. എല്ലാവരും കൂടെ വേണം. എടാ ഞാൻ പിന്നെ മെസ്സി അയക്കാൻ പോകുമ്പം നറൂട്ടോ എൻ്റെ ഉണ്ട്രാ. എൻ്റെ ഉണ്ട് ബ്രോ. ടൈപ്പ് ചെയ്യണ വരൂല എന്തരെന്നാണ്. എടാ ഞാൻ ഇന്നലെ എങ്ങാട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗായ്സ്. അവൻ പോവുകയാണ്, ഞാൻ ഒരു വിശ്വാസത്തി വണ്ടി കയറി ഇരിപ്പുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ബ്രോ 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 പറഞ്ഞോടാ, പറഞ്ഞോ എന്തല്ലേ പറ ബ്രോ. ഞാൻ തരാം സെനോൺ കില്ലർ. ഓക്കെ, അവരങ്ങാട്ടിട്ട് സംസാരിക്കണം, എനിക്ക് അറിഞ്ഞൂടാ മുത്തേ. ട്രോപ്പിക്ക് വെച്ച് പിടിക്കുകൊണ്ടാ മുരളി, മിന്നൽ മുരളി ട്രോപ്പിക്ക് വെച്ച് പിടിക്കണേ മുത്തേ. ഓക്കെ ഗായ്സ്, എന്തായാലും നമുക്ക് നോക്കാം. സൗണ്ടൊന്നും വേറെ പ്രശ്നമില്ല. സംശയം 17 ലൈക്കായി ഗായ്സ്. എല്ലാവരും ലൈക്ക് അടിക്കൂ ഗായ്സ്, സപ്പോർട്ട് ചെയ്യൂ ഗായ്സ്. എന്തെങ്കിലും പറയേ. ലൈവ് ഇടയ്ക്ക് എത്ര നേരമായി? ലൈവ് ഇടയ്ക്ക് 1 hour ആയിട്ടുണ്ട്. എന്തായാലും ഓക്കെ. ഇപ്പോൾ ലൈവ് ഉണ്ടാക്കണല്ലോ, പേടിക്കണ്ട. ലൈവ് ഒന്നും ഉണ്ടാക്കണല്ല ഗായ്സ്, ചുമ്മാ പറഞ്ഞത് നോക്കിയേ ഉള്ളൂ. ന്യൂ അപ്ഡേറ്റ് എടാ, എനിക്ക് മാത്രം ന്യൂ അപ്ഡേറ്റ് കാണിക്കില്ല മുത്തേ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ രാവിലെ ഉണ്ട് വരാം എന്ന് പറഞ്ഞില്ലേ, വാ ബൂമറാണ്. എടാ അത് രാവിലെ ഇടാത്ത വേറൊന്നുമല്ല ബൂമറ. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് എഡിറ്റ് വർക്ക് കൂടുതലായി പോയടാ, അതുകൊണ്ടാണ് എനിക്ക് രാവിലെ ഇടാൻ പറ്റാത്തത്. നമ്മൾ നോക്കി, പക്ഷേ എഡിറ്റ് കൂടുതലായി പോയതുകൊണ്ടാണ് എനിക്ക് രാവിലെ ഇടാൻ പറ്റാത്തത്. അവർ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടായിരുന്നല്ല, നിങ്ങൾ കണ്ടില്ലായിരുന്നാ? എടാ എങ്ങോട്ട് പോകണം മുരളി? എത്താറായെന്ന് മുരളീൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ. എടാ ബൂമറിൻ്റെ റിവീലിങ്ങിന് ഞാൻ വരാം. നിൻ്റെ റിവീലിംഗ് എന്തെങ്കിലും ഒരു സംഭവം ഇല്ലടാ മുത്തേ. അത് നീ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ വരാൻ കേട്ടോ. ഇതിന് ശേഷം വരാം, ഞാൻ വരാം. ക്യാഷ് തരൂ, ഗെയിമിൽ ബിഗ് ഫാൻ ആണ് റെഡ് ഫോക്സ് ആയിട്ട്. ഓക്കെ, താങ്ക് യു ബ്രദർ. എടാ നമ്മൾ ഗെയിമിൽ ക്യാഷ് കൊടുക്കാറില്ലടാ സുനിലെ, കൊടുക്കാറില്ല. ഓക്കെ. എടാ എത്തിന്നാണ് പറയണ ഗോക്കു അല്ലേ? ഓക്കെ. നമുക്ക് സിറ്റി 2 പോകാം. നട ഇവനാണ് ഓടിക്കണ. അപ്പോൾ ഇവൻ ഒരു സ്ഥലം കാണും, മനസ്സിൽ പോകാൻ ആഗ്രഹമുള്ള. അപ്പോൾ എന്തായാലും എനിക്ക് അറിഞ്ഞുവിടാൻ പോട്ട്. ഞാൻ എന്തായാലും അവൻ്റെ ബസ് ഇരിപ്പുണ്ട്.
അത്യാവശ്യം ഇവിടെ ഇത് നല്ല ഇടമാണ്, നല്ല ഇടമാണ്. ബസ്സൊക്കെ ആയിട്ട് ഗ്യാങ്ങായിട്ട് വന്നിരിക്കാൻ നല്ല ഇടമാണിത്. വരൂ വരൂ. എടാ ബൂമറാണാ? ബൂമറ നിൻ്റെ ഞാൻ വരാം കേട്ടോ. ഞാൻ വരാൻ ഇന്നലെ പറഞ്ഞില്ല. ബൂമറാണെങ്കിൽ ഞാൻ വരാം. ഇത് എൻ്റെ റിവീലിംഗ് എന്തിനാ സാധനമല്ലേ നീ പറഞ്ഞു ഇന്നലെ? അത് ഞാൻ വരാം. ബി ദ മെൻ. ഓ ബി ദ മെൻ. ഓക്കെ 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 ഓക്കെ. എടാ എല്ലാവരും വാ, എല്ലാവരും വാ ഗൈസ്. റെഡ് ബോക്സ് 1 മില്യൺ നായെന്നാ മുത്തേ. അത് ചിലപ്പോൾ എന്തെങ്കിലും ഓക്കെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഇനി വരട്ടെ. സംസാരം മാറിയാൽ നമ്മൾ അടുത്ത സെക്കൻഡ് കിക്കി. വാസു അവിവേകം കാണിക്കല്ലേ മുത്തേ. വെള്ളത്തിൽ ചാടിയില്ലല്ലേ? ഓക്കെ ഞാൻ ചാടാൻ പോണെന്ന്. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ സുനിൽ. ഓ അയ്യോ ഓക്കെ ഓക്കെ ബ്രദർ. നീ പിന്നെ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും വായിക്കേ. ഓക്കെ എന്നാൽ നിൻ്റെ D3Z. ഓക്കെ D3Z. ഓക്കെ നമ്മൾ ലൈവിൽ ഗിഫ്റ്റ് കൊടുക്കാറില്ലേ ബ്രദർ? അതാണ് ബൂമറാണ്. ഓക്കേടാ ബൂമറ. ഓക്കെ 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 ഓക്കെ. അവൻ മുങ്ങി എന്നാ? എവിടെയാ ഉള്ളത്? ട്രോപ്പിക്. റെഡ് ഫോക്സ് പറഞ്ഞോ മാർക്കോ. അവൻ മുങ്ങിന്നാ? അവൻ പോയടാ. കാർ വാശിൽ വന്ന ദേവരാജനൊക്കെ വന്നല്ലേ? അവിടെ ഇത് ഫോട്ടോ എടുത്തില്ലേ പിന്നെ എന്താണ് ലോട്ട? ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ ആരുടെ വെള്ളത്തിലോട്ട് ബസ് കൊണ്ട് കയറ്റാൻ നോക്കണ? ഡ്രാഗൺ തന്നെ. എന്ത് പറയട്ടെ മുത്തേ. റൂമിൽ എത്ര പേരുണ്ട്? റൂമിൽ 15 പേരുണ്ട്. ഓക്കെ ഗൈസ് നമുക്ക് നോക്കാം. ഓ മച്ചി വന്നിട്ടേ. ഓക്കെ 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 മുത്തേ നമ്മളെ നൻപ എത്തിയിട്ടുണ്ടല്ലേ? ഹസൻ നൻപൻ എത്തിയിട്ടുണ്ട്. ഓക്കെ സന്തോഷം. കേൽ ബോയ് വീഡിയോ വന്നു ബ്രോ. എടാ ഞാൻ നോക്കാടാ. ഇപ്പം ഞാൻ നോക്കാം കേട്ടോ. എന്തായാലും മറ്റേ ഫോണിൽ നോക്കാം. പക്ഷെ മറ്റേ ഫോണിൽ ലാഗൊക്കെയാണ്. അത് ലോഡാക്കി എടുക്കണം. നോക്കാം. എന്തായാലും ഞാൻ നോക്കും. പിന്നെ അവൻ്റെ വീഡിയോ വന്നാൽ ഞാൻ നോക്കാമായിരിക്കും ബ്രോ. ഞാൻ ഇടയ്ക്കൊക്കെ അവൻ്റെ വീഡിയോ ഒക്കെ സമയമുള്ള സമയത്തൊക്കെ ഇരുന്ന് കാണാറുള്ളൂ. കേൽ ബോയുടെ ആണെങ്കിലും കുറച്ച് പേരെയൊക്കെ സമയം പക്ഷേ എപ്പോഴും കിട്ടാറില്ല. ഉള്ളതനുസരിച്ച് നമ്മൾ കാണൂടാ. ഞാൻ നോക്കി എന്നാ എന്ത് നോക്കി മുത്തേ? എടാ കാട്ടിനുള്ളിൽ ഒളിച്ചിരിക്കല്ലേ മുത്തേ? ഇതെന്ത് സംഭവിക്കണം ഇവിടെ? എടാ ഇവ ഒറ്റയ്ക്ക് കാട്ടിനകത്ത് എറിയിക്കണ്ടാ. മാർക്കും എന്തിനാണ് ഇങ്ങനെ കാട്ടിൻ്റെ അകത്ത്? റെഡ് ഫോക്സ് എന്നാ? ഓക്കെ 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 വരും. ഉറപ്പേടുന്നേ തനന്നാ. നമ്മൾ എത്തിയിട്ടുണ്ടാ മുത്തേ? ഓക്കെ ഓക്കെ ഓക്കെ. എടാ TMS ഇട്ടൊരു കില്ലർ എല്ലാവരുടെ പൈസ ചോദിച്ച് മാത്രം വരുവാണ് മുത്തേ. അവനൊക്കെ 5 മില്യൺ തന്നെയാണ്. അവനെ കിക്ക് ചെയ്യട്ടാ മുത്തേ. ഇനി ഒരു തവണ കൂടെ ആരെടുത്തെങ്കിലും പൈസ ചോദിച്ചാൽ ഞാൻ സീരിയസ്ലി ഞാൻ കിക്ക് ചെയ്യും കേട്ടാ. ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ മുത്തേ? തിരിഞ്ഞിരിക്കണം റൂട്ടോ. അവൻ തിരിഞ്ഞിരിക്കണ്ട. ഓക്കെ ഓക്കെ. ബല്ലേലക്കജേ. ബസ്സൊക്കെ മറിഞ്ഞു പോയി മുത്തേ. എന്തൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കാം. ഓ സൂമായി പെട്ടെന്ന്. എല്ലാവരും എല്ലാവരും എത്തിയില്ലടാ. ആരൊക്കെ വരണേ ഉള്ളു കണ്ട. ഇപ്പം തന്നെ കുറച്ച് കഴിഞ്ഞായിട്ട് എത്തിയേ ഉള്ളു. എടാ ബെസ്റ്റ് അങ്ങോട്ട് മാറ്റി നിർത്തിക്കോ. കുഴപ്പമില്ല. നമ്മൾ ക്യാരക്ടേഴ്സ് എല്ലാം എവിടെ നിന്നാലും മതി. അത് വൈബാണ്. ഓക്കെ ഗൈസ് നമുക്ക് കാർ മീറ്റ് ആക്കാം. സെറ്റാക്കാം. മീറ്റായിട്ട് വെച്ച് ഇതാണ്. നമുക്ക് കുറച്ച് മൊത്തത്തിൽ എല്ലാം കൂടെ ആകുമ്പോഴേ വെള്ളത്തിൽ വീഴാനായിട്ടാണ് അമ്മ. എനിക്ക് ഇറങ്ങി ഓടാൻ സ്ഥലം ഇല്ലാടാ ഇവിടെ. ഞാൻ വെള്ളത്തിൽ പെട്ടു കേട്ടാ. ഉയ്യോ വേൾഡ് എൻഡിയർ ആവാൻ ഞാൻ രക്ഷപ്പെട്ടു വന്ന്. ബ്രോ സ്റ്റോപ്പ് എന്നാ? നിങ്ങളും വന്നാ? പോയില്ല ഇവിടെ ഉണ്ട്. പോയില്ല. എടാ പേഴ്സണൽ ടീം ചിലപ്പോൾ വായിക്കത്തില്ല. എല്ലാവരും കൂടെ ഓരോ ഇട്ടാലേ. ബ്രോ നമുക്ക് ഫുട്ബോൾ മാച്ച് കളിക്കാൻ പോടാ. അവ അന്ന് പറഞ്ഞു റൈറ്റ്. ഇതുവരെ നടന്നിട്ടില്ല ബ്രോ. എന്തായാലും നമുക്ക് നോക്കാം. റെഡ് ഫോക്സ് ബ്രോ പറ.
പ്രോ ജി ടി എവിടെ? പ്രോ ജി ടി ബസ് എവിടെ? പരുന്തുവാസു. ഓക്കെ, പരുന്തുവാസു. പ്ലീസ് എന്നാ, എന്തിന് പ്ലീസ്? മനസ്സിലായില്ല. എന്തിനാ റൂട്ട്? എന്തിനാ റൂട്ട്? ഓ, അവൻ്റെ വണ്ടി അതാണ്. ആ ബസ്സിൽ കയറാനായിരിക്കും. ഓക്കെ 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 ഓക്കെ. ഒരു ആട്ടോ ഷോ ആക്കാം അവിടെ. അതൊക്കെ ഇപ്പോൾ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ അവസാനം എല്ലാം കൂടെ കുളമായി പോടാ. ഞാൻ ചുമ്മാ പറയണല്ല. ഇപ്പം തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല. ഓരോരുത്തരും പല ഇടത്തൊക്കെ ആയിട്ട് ഇപ്പോഴും കിടക്കണം. ഇവിടെ ഒരു ആ കൂടി ഇപ്പോൾ എത്ര ബസ്സാണ് വന്നിട്ടുള്ളത്? നമ്മളെല്ലാം കൂടെ പോയ അവസാനം മനസ്സിലായാലും മുത്തത്തിൽ ഒട്ടയാവും. അതുകൊണ്ടാണ് കണ്ട ഇപ്പം ആൾക്കാർ വരണതേ ഉള്ളു. വാസുവിൻ്റെ ബസ്സിൽ കയറാം. റെഡ് ഫോക്സ് ബ്രോ എവിടെയാ? ട്രോപ്പിക്. എടാ എല്ലാവരും ബസ്സൊന്ന് ചേർത്തിടുക, അതാണ് നല്ല. ബല്ലേ ബല്ലേ എന്നാ അവൻ മുങ്ങി. മീനുള്ള റെഡ് ഫോക്സ്, എനിക്ക് ഒരു റൂഫ് ബോക്സ് സിവിക്കുള്ള കാല് പിടിക്കാൻ. അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങൾക്ക് അറിഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത നമ്മളങ്ങനെ ലൈവിൽ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണ പരിപാടിയേ ചെയ്യാത്തൊരു യൂട്യൂബറാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. അല്ലെ നിങ്ങൾക്ക് രണ്ട് വണ്ടി തരാനാ, അല്ലെ കുറച്ച് പൈസ തരാനാ എനിക്ക് വിഷമമായിട്ടല്ല. നമ്മളത് പൂർണ്ണമായിട്ട് വേണ്ടെന്ന രീതിയിൽ, മനസ്സിലായില്ലേ? ഒരു ഇതായി തീരുമാനിച്ച്, മനസ്സിലായി? അതുകൊണ്ടാണ്. അതാണ് കാര്യം, മനസ്സിലായില്ലേ? അതൊന്ന് മനസ്സിലാക്കണം മുത്തേ. അതാണ് ബ്രോ. ഇന്ത്യൻ സെർവറിൽ റൂം ഇട്ടോ, ഞാൻ കയറാം. ഇന്ത്യൻ സെർവറിലാണ്. അതാവും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചായിരിക്കും. ഓക്കെ 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 ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഓക്കെ റെഡ് ഫോക്സ് ബ്രോ, എടാ നമുക്ക് ഇനി വലിയ ലൈവ് ഇടുമ്പോൾ ഒരു പ്ലാൻ വേണ്ട. ഇന്ന ചെയ്യണം, ഇന്ന ചെയ്യണ്ട, ഇന്നടത്ത് പോകണം, അങ്ങനെ ഇങ്ങനെ ആയിട്ടൊക്കെ. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ചിലപ്പോൾ എല്ലാവരും കൂടെ കയറുമ്പോൾ നമുക്ക് ഒരുപാട് പേര് ഇപ്പോൾ വരാൻ തുടങ്ങി. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളുമൊക്കെ ഒരുപാട് അധികം ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ അതാണ് നമുക്ക് ബുദ്ധിമുട്ടായി പറഞ്ഞത്. നല്ല ബാറ മിന്നലുള്ളി ബ്രോ, എൻ്റെ ബസ് ഗോക്കു, പ്ലീസ് വാ. കുറേ നേരം ചോദിക്കണം അവൻ്റെ ബസ്സിൽ കയറും. ഞാൻ നറൂട്ടോ ബസ്സിലാണ്. ഗൈസ് ഫോളോ ആക്കൂ ഗൈസ്. റെഡ് ഫോക്സ് ബ്രോ, ഞാൻ പെട്ടോ. ഇത് എന്ത് പറ്റിനാ വാബേ? സീമല്ലോ ഉണ്ടാ? ഞാൻ ഇപ്പോൾ എൻ്റെ ബസ്സിൽ കയറി ഇരിക്കുകൊണ്ടാ. എന്ത് സീനെ? പിന്നാലെ വാ മുത്തേ. എടാ ഞാൻ എല്ലാവരുടെ ബസ്സിലും പരമാവധി കയറാനായിട്ട് നോക്കണം. ഓക്കെ ഗൈസ്, നേരത്തെ പരുന്തുവാസത്തിൻ്റെ ബസ്സിൽ കയറിയായിരുന്നു. ഇപ്പോൾ പിന്നെ മറ്റേ നാവൻ്റെ ബസ്സിൽ കയറി. തുടക്കം കേട്ടോ വന്നാൽ മിന്നൽ മുള്ളിയുടെ ബസ്സിൽ കയറി. ഇപ്പം നമ്മുടെ പയ്യൻ നറൂട്ടോയുടെ ബസ്സിലാണ് കയറിയിരിക്കണം. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. നല്ല നല്ല ഇടത്തോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും ഞാൻ വിശ്വസിക്കുകയാണ്. സബ്സ്ക്രൈബേഴ്സിനെ വിശ്വസിച്ച് അവർ ബസ്സിൽ കയറി ഇരിക്കുവാണ്. എന്തായാലും നോക്കാം ഗൈസ്, നോക്കാം. എടാ കേൾ പോയി വീഡിയോ നോക്കാം, പിന്നെ നോക്കാം. ഇപ്പോൾ പിന്നെ ഇത് ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ എല്ലാം കൂടെ എങ്ങനെ എന്തായാലും നോക്കാം. എടാ ഇവ എങ്ങാട്ട് കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞൂടെ മുത്തേ? ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ടേ. നിങ്ങൾ അവസാനം എൻ്റെ അടുത്തിൽ ഒട്ട അടിക്കല്ലേ മുത്തേ? എനിക്കറിയാനേ പാടില്ലേ മുത്തേ? മച്ച എങ്ങാട്ട് കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്തായാലും നമുക്ക് നോക്കാം. അത്രയും പറഞ്ഞോളൂ. അത് തന്നെ നോക്കാം. ഗൈസ് ലൈവ് ആണെന്ന് എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി. താങ്ക് യു ഗൈസ്, ഒരുപാട് സന്തോഷം നിങ്ങൾ ലൈവ് കാണാൻ വന്നതിന്. നമ്മൾ ഇനി മുതൽ, അതായത് ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ ഇന്ന് നൈറ്റ് ലൈവ് ഇടും. നൈറ്റ് ലൈവ് അല്ല, നാളെ തൊട്ടുള്ള ലൈവിൽ നമ്മളൊരു പ്ലാൻ ചെയ്ത്, അതായത് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, അങ്ങനെ ഒരു രീതിയിലുള്ളത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും. അതായത് മുൻകൂട്ടി നമ്മളൊരു പ്ലാൻ ചെയ്യും. അത് ഇത്രയും നാൾ നമ്മൾ പ്ലാൻ ചെയ്യാതെ വെച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്യാതെ ചെയ്യണത് മോശമാണെന്നല്ല. പക്ഷെ ഒരുപാട് പേര് വരുമ്പം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ്. ഓക്കെ പ്ലെയിൻ ക്രാഷ്. എനിക്ക് ബഗ്ഗാടാ മുത്തേ. എൻ്റെ ബഗ്ഗായില്ല. കൊള്ളാം, നല്ല സ്ഥലം. മുത്തേ പ്ലെയിൻ ക്രാഷ് ആയിടത്തോടെ നമ്മളെല്ലാവരും കൂടെ ബസ്സിലായിട്ട് വന്നിട്ടുണ്ടേ മുത്തേ. കൊള്ളാം. ഇവിടെ ഒരു തവണ വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ തവണ ഇപ്പോൾ വന്നേക്കുവാണ് ഇവിടെ മുത്തേ. എന്തായാലും ഫീഗറായിട്ടുള്ള ഏട്ടോണം എന്തായാലും കൊള്ളാം ഗൈസ്, നൈസായിട്ടുണ്ട്. എത്ര ബസ്സല്ലേ പറഞ്ഞ ഇങ്ങോട്ട് നോക്കിയാണ്ടാ? എത്ര ബസ്സടാ? ചുമ്മാ ലൊട്ടയാക്കാൻ വേണ്ടി പറയണത്. എത്ര ബസ്സല്ലേ വന്ന് നിൽക്കണ?
സീരിയസ്ലി ഡബ്ല്യു ഗൈസ്, സീരിയസ്ലി ഡബ്ല്യു ഗൈസ്. ചുമ്മാ ലൊട്ടയാക്കണമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ മുത്ത് എന്തൊക്കെ പറയണ? എവിടെ എവിടെ എവിടെ? ഫോക്സ് പറ മാർക്കോ പറ. സീനില്ല ബ്രോ, സീനില്ല. മാറിപ്പോ കുഴപ്പമില്ലെന്നാ ഉദ്ദേശിച്ച. എടാ ഇതൊക്കെ കണ്ടാടാ, ബസ് എടുത്താ മതി, ഇതിന്റെ മോളിൽ കൊണ്ടിട്ടേക്കണ്ടാ. എടാ ഇവ ആറാ വൈ, എന്താടാ ഉത്ത ഇതൊക്കെ? ബസ് എടുത്തവൻ പ്ലെയിൻ ക്രാഷ് ആയ പ്ലെയിൻ്റെ മോളിൽ ഇട്ടേക്കണം. ഉത്ത നീ അപാരം തന്നെ കേട്ടോ, ഉള്ള കാര്യം പറയൽ ഇട്ട് വച്ചേക്കണ. ഓ എന്തൊക്കെ നടക്കണല്ലേ സീരിയസ്ലി. എടാ ഇത് ഒരു ഇതില്ല, എല്ലാവരും കൂടെ കൂട്ടമായിട്ടൊന്നും അവർ ഇഷ്ടത്തിന് നിൽക്കുകൊണ്ടാ. നമുക്കിനി വലിയ ഇത്തിരി എല്ലാം ചെയ്യുമ്പോൾ കുറച്ച് പ്ലാൻ ഉണ്ടാക്കണം കേട്ടോ, സീരിയസ്ലി. എൻ്റെ ഉണ്ട് മലബാർ, എൻ്റെ ഉണ്ട് മുത്ത, എൻ്റെ ഉണ്ട് മലബാർ. ഓ ഇത് വാങ്ങിച്ചാൽ ആ ജോക്കറിൻ്റെ ആണ്. വാങ്ങിക്കാം. താങ്ക്സ് മുത്ത, താങ്ക് യു ബ്രദർ. റിപ്ലൈ തന്നില്ല, ചാറ്റ് നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. അതാണ്. ഓക്കെ. ബീസ്റ്റിനെ അറിയൂ. ഞാൻ നോക്കട്ടെ ഇവിടെ ഏത് ബസ്. ഇവിടെ എന്തോരം എനിക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല കേട്ടാ ബ്രോ. ചാറ്റ് റിപ്ലൈ അരുണേ എന്തെല്ലാം വന്നല്ല. ഓക്കെ. എടാ ബീസ്റ്റിനെ അറിയോ? എന്നാ ബീസ്റ്റ് ബസ്സാണോ ഇവിടെ? ബീസ്റ്റിനെ അറിയോ ബ്രോ? റിപ്ലൈ തന്നില്ല. അരുണേ പറഞ്ഞോ അവിടെ കുറച്ച് തിരക്കായിരുന്നു. ഇവിടെ എന്തോരം കാര്യങ്ങളല്ലേ നടക്കണ. നമുക്ക് ചായ കുടിക്കാം. ലിസ്കോ ബ്രദർ എന്നാ എത്ര പേര് എനിക്ക് ഒരു സമയം മെസ്സേജ് അയക്കണം എന്നാണ് ഗൈസ്. അടുത്ത റൂമായിട്ട് എനിക്ക് നിൽക്കാൻ പോലും പറ്റാനില്ല, എനിക്ക് ഒന്ന് ശ്വാസം വിടാൻ പറ്റാനില്ല ഇതിൻ്റെ അകത്ത് കയറി. ഉള്ള പറയാല്ലേ. സീരിയസ്ലി എല്ലാവരും കൂടെ വന്നപ്പോഴേ 16 പേര് 20 പേരിനെ അടുപ്പിച്ചൊക്കെ നമ്മളെ റൂമിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുവാണ്. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് എല്ലാവരും കൂടെ ഒന്ന് നിന്ന് തിരിയാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ഇത്